സ്വർണ്ണ വിപണി വളരെ ശക്തമാണ്. മലയാളികളുടെ ആഭരണപ്രേമം തന്നെയാണ് ഇതിന് പ്രധാന കാരണം. സ്വർണത്തെ ഒരു നല്ല കരുതൽ നിക്ഷേപമായും മലയാളികൾ നോക്കിക്കാണുന്നു. എന്നാൽ ഒരു വർഷത്തിനിടെ സ്വർണ്ണവില ഇരട്ടിയിലേറെ ഉയർന്നത് സാധാരണക്കാർക്ക് വലിയ ആശങ്കയായി മാറുകയാണ്. ഒരു പവൻ സ്വർണത്തിന് 1,02,000 രൂപയാണ് വിപണി വില. 22 ക്യാരറ്റ് സ്വർണത്തിന് 3% GSTയും പണിക്കൂലിയും കൂടി ചേർത്താൽ യഥാർത്ഥ ചിലവ് ഇതിലും കൂടുതലാകും. ഇതോടെ സ്വർണം സാധാരണക്കാരന് കൈവിട്ടു പോകുന്ന സ്വപ്നമായി മാറുന്നുവെന്ന ചോദ്യം ശക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസം 1.03 ലക്ഷം രൂപയിലെത്തിയ പവൻ വിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തി. 1.02 ലക്ഷത്തിലെത്തിയെങ്കിലും ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള ഈ കുറവ് വലിയ ആശ്വാസമാകുന്നില്ല. ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ വിലയിൽ വൻ തിരിച്ചുവരവ് പ്രതീക്ഷിക്കാനാകില്ലെന്ന സൂചനയാണ് നൽകുന്നത്. 1 ലക്ഷം രൂപ എന്ന പരിധി കടന്നതോടെ ഇനി വില കുതിക്കില്ല എന്ന വിലയിരുത്തലുകൾ തെറ്റിയതായി സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചതിനെ തുടർന്ന് ഡോളറിന്റെ മൂല്യം താഴ്ന്നതും സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിനുള്ള ആവശ്യം ശക്തിയായതുമാണ് വിലയെ ചരിത്രത്തിലെ ഉയർന്ന നിലയിലേക്ക് എത്തിച്ചതെന്ന് അവർ പറയുന്നു. ചൈന വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും വിവിധ രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകൾ സ്വർണ്ണശേഖരം വർദ്ധിപ്പിക്കുന്നതും ഡിമാൻഡ് ഉയരാൻ കാരണമായി. ഇതിന്റെ ഫലമായി വിലക്കുതിപ്പ് ഇവിടെ അവസാനിക്കുന്നില്ലെന്ന വിലയിരുത്തലാണ് രാജ്യാന്തര വിപണിയിലുള്ളത്. 2026ഓടെ ഔൺസിന് $5,000 വരെ സ്വർണ്ണവില ഉയരുമെന്ന് JP മോർഗൻ, ബാങ്ക് ഓഫ് അമേരിക്ക തുടങ്ങിയ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങൾ പ്രവചിക്കുന്നു. നിലവിൽ രാജ്യാന്തര വിപണിയിൽ ഔൺസിന് $4,300 മുകളിലാണ് വ്യാപാരം. വില ഉയർന്നതിന്റെ പ്രതിഫലനം ആഭരണ വിപണിയിൽ വ്യക്തമാണ്. കഴിഞ്ഞ പാദത്തിൽ ആഭരണ ആവശ്യകത 23% വരെ കുറഞ്ഞെങ്കിലും നിക്ഷേപ ലക്ഷ്യത്തോടെ സ്വർണ്ണ നാണയങ്ങളും ബാറുകളും വാങ്ങുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു.